ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് തിരുസഭ ഇന്ന് വചന വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. ഈശോ തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്യുകയാണ്, ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. നിക്ഷേപം അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് എന്നത് ഒരു ബാങ്കിങ് ടേമാണ്. നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ പണം കയ്യിലുണ്ടെങ്കിലോ ഒരു ധനസമ്പാദ്യ മാർഗമെന്ന നിലയിലോ ബാങ്കിലോ കൂടുതൽ പലിശ കിട്ടുന്ന മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലോ നമ്മൾ പണം നിക്ഷേപിക്കാറുണ്ട്. ചിലപ്പോൾ സ്വർണത്തിലോ റിയൽ എസ്റ്റേറ്റ് പോലുള്ള മറ്റ് ചില മേഖലകളിലും പണം നിക്ഷേപിക്കാറുണ്ട്. ഈ നിക്ഷേപമെല്ലാം നടത്തുന്നത് ഭാവിയെ ശോഭനമാക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ഈശോ പറയുന്നത് ഭൂമിയിലെ നമ്മുടെ നിക്ഷേപങ്ങൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ്. ഇന്നാണെങ്കിൽ ബാങ്കിൽ ക്രമക്കേടുകൾ വഴി പണം നഷ്ടമാകാം, സ്വർണം അടിച്ചു മാറ്റപ്പെടാം, ഭൂമിയുടെ വിലയിടിയാം. അങ്ങനെ ഭൂമിയിലെ നിക്ഷേപങ്ങളൊക്കെ പ്രതിസന്ധിയിലാകാം. പക്ഷെ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപമുണ്ടെങ്കിൽ അതൊരിക്കലും നശിച്ചു പോവുകയില്ല എന്ന് ഈശോ കൂട്ടിച്ചേർക്കുന്നു. ഭൂമിയിൽ ധാരാളം സ്വത്തുണ്ടായിട്ടും ഇനിയും കൂടുതൽ സമ്പാദിക്കുവാനുള്ള സുവർണ അവസരങ്ങളുണ്ടായിട്ടും അതെല്ലാം വേണ്ടെന്ന് വെച്ച് സ്വർഗത്തിൽ മാത്രം നിക്ഷേപം നടത്തിയ അനേകം മഹാവിശുദ്ധരുണ്ട്. അത്തരത്തിലൊരു പുണ്യവാന്റെ, അതായത് വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗിയുടെ തിരുനാൾ സഭ ഇന്ന് കൊണ്ടാടുകയാണ്. ഒരുപക്ഷെ വിശുദ്ധ അലോഷ്യസ് ഗോൺസാഗിയെ പോലെ നമ്മുടെ കയ്യിൽ വലിയ സമ്പത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ മറ്റൊന്നുണ്ട്, എല്ലാവർക്കും തുല്യമായി നിക്ഷേപിക്കുവാൻ നൽകപ്പെട്ട ഏറ്റവും വലിയ സമ്പത്തായ സമയമാണത്. ഇന്നത്തെ മിക്കവാറും സ്മാർട്ട് ഫോണുകളിലും സ്ക്രീൻ ടൈം എന്നൊരു ഓപ്ഷൻ അതിൻ്റെ സെറ്റിങ്സിലുണ്ട്. ചില മൊബൈലുകളിൽ അത് മറ്റ് പേരുകളിലാണ്. എന്തായാലും അതിൻ്റെ പ്രത്യേകത ഓരോ ദിവസവും നാം എത്ര സമയം മൊബൈലിൽ ചെലവഴിച്ചുവെന്നും ഏതൊക്കെ ആപ്പുകളിൽ എത്ര നേരം ഉപയോഗിച്ചുവെന്നും കാണിച്ചു തരുന്നു എന്നതാണ്. എൻ്റെ ഓരോ ദിവസത്തെയും സമയത്തെ ഞാൻ ഇതുപോലെ ഒന്ന് വിഭജിച്ച് നോക്കണം. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? ആരോടാണ് ഒരു ദിവസത്തിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്? ചിലപ്പോൾ ജീവിതത്തിൽ നമുക്ക് നമ്മുടേതായ തിരക്കുകളുണ്ടാവാം. എന്നാലും ഈ തിരക്കിനിടയിലും ഞാൻ എന്തിനെക്കുറിച്ചാണ്, ആരെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്? അവിടെയാണ് നിന്റെ നിക്ഷേപവും ഹൃദയമിരിക്കുന്നത്. മഠത്തിലെ തിരക്കേറിയ ജോലികൾക്കിടയിൽ വിശുദ്ധ ഫൗസ്റ്റീന ഇങ്ങനെ പ്രതിജ്ഞ ചെയ്തു: ജോലികൾക്കിടെ തിരക്കുകളിൽ മുഴുകി ദൈവത്തെ മറന്നു പോകുവാൻ ഞാൻ എന്നെ അനുവദിക്കില്ല. എൻ്റെ ഇടവേളകൾ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ ഞാൻ ചെലവിടും. അവിടുന്നാണല്ലോ കുഞ്ഞുനാൾ മുതൽ എന്നെ പരിശീലിപ്പിച്ചത്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഓരോ 15 മിനിറ്റിലും അരൂപിക്കടുത്ത വിശുദ്ധ കുർബാന സ്വീകരണം നടത്തിയിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. പണമുണ്ടാക്കുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരുടെ ഹൃദയവും നിക്ഷേപവും പണത്തിലാണ്. പ്രണയിക്കുന്നവർ എത്ര നേരമാണ് പരസ്പരം സംസാരിച്ചിരിക്കുന്നത്? ചുറ്റുമുള്ളതൊന്നും അറിയില്ല. സമയം കിട്ടിയ അപ്പോൾ പരസ്പരം വിളിക്കും, കാരണം അവരുടെ ഹൃദയം അവിടെയാണ്. സിനിമാ നടൻ മമ്മൂട്ടിയെക്കുറിച്ച് മകൻ ദുൽഖർ സൽമാൻ ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, ഷൂട്ടിംഗ് സൈറ്റിൽ കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മമ്മൂട്ടി സ്വന്തം ഭാര്യയെ വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അത് അടുത്ത ഭാഗം ഷൂട്ട് ചെയ്യുന്നതുവരെ തുടരും. വീണ്ടും കട്ട് പറയും, വീണ്ടും ഭാര്യയെ വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കും. നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ടാകാം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം. പക്ഷേ ജീവിതത്തിരക്കിൽ ചില കട്ടുകൾ പറയുമ്പോൾ നമ്മുടെ ഹൃദയം സ്ഥിരമായി
എങ്ങോട്ടാണ് ചായുന്നത് അവിടെയാണ് നമ്മുടെ നിക്ഷേപം ഇരിക്കുന്നത്. അത് മറ്റ് പല വസ്തുക്കളിലോ സ്ഥലങ്ങളിലോ വ്യക്തികളിലോ ആണെങ്കിൽ അതൊന്ന് സ്വർഗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാനുള്ള സമയമായി.